ഇതുപോലെ ഹെയർ ഫോൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ടെസ്റ്റുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളൊരു ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്തോളൂ. ഹെയർ ഫോൾ നമുക്ക് പൂർണ്ണമായിട്ടും വളരെ ഈസി ആയിട്ടും പരിഹരിക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ടെസ്റ്റ് ആണ് ഫെറിറ്റിൻ. ഈ ഫെറിറ്റിൻ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിലുള്ള അയൺ സ്റ്റോറേജ്. അപ്പോൾ ഈ കൗണ്ട് നമ്മളെ ബ്ലഡിൽ കുറഞ്ഞിരിക്കുമ്പം നമ്മുടെ ഹെയറിലേക്കുള്ള ഓക്സിജൻ കുറയും, ഹെയർ ഫോളിക്കിൾസ് വീക്ക് ആവാൻ തുടങ്ങും. അത് കാരണം കൊണ്ട് ഹെയർ നേർത്ത് പോകും, ഹെയർ ഭയങ്കരമായിട്ട് ഫ്രിസി ആകും, ഹെയർ ഫോൾ ഭയങ്കരമായിട്ട് കൂടും. സെക്കൻഡ് ടെസ്റ്റ് ആണ് കാൽഷ്യം. ഈ കാൽഷ്യം ആണ് നമ്മുടെ ഹെയറിന്റെ സ്ട്രെങ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. തേർഡ് ടെസ്റ്റ് ആണ് വൈറ്റമിൻ ഡി. ഈ വൈറ്റമിൻ ഡി ആണ് ഹെയർ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. ഫോർത്ത് ടെസ്റ്റ് ആണ് വൈറ്റമിൻ B12. വൈറ്റമിൻ B12ന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഹെയറിലേക്ക് ഓക്സിജനും പല രീതിയിലുള്ള ന്യൂട്രീഷ്യൻസും എത്തിപ്പെടുന്നത്. അപ്പോൾ B12 കുറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ നല്ല രീതിയിൽ നേർത്ത് പോയിട്ട് ഹെയർ ഫോൾ നല്ല രീതിയിൽ കൂടുകയാണ് ചെയ്യുന്നത്. ഫിഫ്ത്ത് ടെസ്റ്റ് ആണ് തൈറോയിഡ്, TSHന്റെ ലെവൽ. ഈ തൈറോയിഡിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് ഹെയർ സൈക്കിൾ ഡിസ്ട്രപ്റ്റ് ചെയ്തുകൊണ്ട് ഹെയർ ഫോൾ നല്ല രീതിയിൽ കൂടുകയാണ് ചെയ്യുക. സിക്സ്ത് ടെസ്റ്റ് ആണ് PCOD കൊണ്ടുണ്ടാവുന്ന ഹെയർ ഫോൾ. അതിന് നമുക്ക് ഹോർമോണൽ SA ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്ന ഹെയർ ഫോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ എല്ലാ ടെസ്റ്റുകളും ചെക്ക് ചെയ്തുകൊണ്ട് കൂടി നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഹെയർ ഫോൾ പരിഹരിക്കാനും പറ്റും, ഹെയർ ഫോളിന്റെ മൂല കാരണം കണ്ടെത്താനും നമുക്ക് സാധിക്കും.